ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ കാളിന്തി നദി അമ്പാടിയിൽ എത്തിയതാണ്. പ്രിയരെ, ഭാരതത്തിലെ അതിപുരാതന പുണ്യനദികളിലൊന്നാണ് സൂര്യപുത്രിയായ കാളിന്തി. കാളിന്തി കളിന്ത പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ കാളിന്തി നദി സുപ്രധാന സ്വാധീനങ്ങൾ ചെലുത്തിയിരുന്നതായി കാണാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ഉടൻ തന്നെ കംസരാജധാനിയിലെ കാവൽക്കാർ അറിയുന്നതിനു മുൻപ് കുഞ്ഞിനെ അമ്പാടിയിൽ എത്തിക്കുവാൻ വസുദേവർ കുഞ്ഞുമായി പുറപ്പെട്ടു. അഷ്ടമിരോഹിണി നാളായ അന്ന് തകർത്തു പെയ്യുന്ന കൊടുംമഴയിൽ കാളിന്തി നദി കുലംകുത്തി ഒഴുകുകയായിരുന്നു. ഈ നദി കടന്നു വേണമായിരുന്നു വസുദേവർക്ക് അമ്പാടിയിലെത്താൻ. ഇടമുറിയാത്ത മഴയിൽ തീരം കുതിച്ചുപായുന്ന നദി മുറിച്ച് കടക്കുന്നത് എങ്ങനെയെന്നോർത്ത് വസുദേവർ വിഷമത്തിലായി. നദീതീരത്ത് നിന്ന് വസുദേവർ അപേക്ഷിച്ചു, അമ്മേ, എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ദേവി തുണയാവുക, എനിക്ക് വഴി തന്നാലും. വസുദേവരുടെ അഭ്യർത്ഥന മാനിച്ച് കാളിന്തി നദി വഴിമാറിക്കൊടുക്കുകയുണ്ടായി. പിന്നീടൊരിക്കൽ ബലഭദ്രരാമൻ മധുരയിൽ നിന്നും അമ്പാടിയിലേക്ക് വന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം തന്റെ സഖിമാരുമായി കാളിന്തി തീരത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയി. കാളിന്തിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റും ഉന്മേഷകരമായ അന്തരീക്ഷവും മദ്യവും ചേർന്ന് ബലരാമനെ ലഹരി പിടിപ്പിച്ചു. അപ്പോൾ കാളിന്തിയിൽ ക്രീഡിക്കണമെന്ന മോഹം രാമനിൽ ഉണർന്നു. അദ്ദേഹം കാളിന്തിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഹേ കാളിന്തി ദേവി, നിന്റെ നീർച്ചോലകളിൽ പ്രിയ ഗോപികമാരുമായി ക്രീഡിക്കുന്നതിൽ എനിക്ക് താൽപര്യമുണർന്നിരിക്കുന്നു. എനിക്കും സഖികൾക്കുമായി നീ എന്റെ സമീപത്തേക്ക് വന്നാലും. ബലഭദ്രരാമന്റെ ആവശ്യം അംഗീകരിക്കാൻ കാളിന്തി നദി തയ്യാറായില്ല. അല്ലയോ യാദവ, ഞാൻ സൂര്യപുത്രിയായ കാളിന്തിയാണ്. മദ്യപനായ നിനക്ക് രസിക്കുവാൻ നീ ആവശ്യപ്പെടുന്ന ദേശത്തിലൂടെ ഒഴുകാൻ എനിക്ക് താൽപര്യമില്ല. കാളിന്തി നദി തന്റെ നിഷേധ മനോഭാവം അറിയിച്ചു. കാളിന്തിയുടെ വാക്കുകൾ ബലരാമനെ കുപിതനാക്കി. സ്വാധിയും അബലയുമായ ഒരു നദി തന്നെ നിരാകരിച്ചതുകൊണ്ട് ബലരാമൻ ഉടൻ തന്നെ തന്റെ സന്തത സഹചാരിയായ കലപ്പ കൈയിലെടുത്ത് നദീതീരത്തേക്ക് പോയി. തീരത്ത് നിന്നുകൊണ്ട് ബലരാമൻ കാളിന്തിയെ വെല്ലുവിളിച്ചു, ദേവി, യാദവ വംശ ശ്രേഷ്ഠനായ ബലരാമന്റെ ആവശ്യാനുസരണം പ്രവഹിക്കാൻ നീ വിസമ്മതിച്ചു. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നേടാതെ പിന്മാറുന്നത് എന്റെ ശീലമല്ല. എന്റെ പ്രിയ ആയുധമായ കലപ്പയുടെ സഹായത്താൽ ഞാനിപ്പോൾ നിന്റെ ഗതി അമ്പാടിയിലേക്ക് മാറ്റുന്നതാണ്, കണ്ടുകൊള്ളുക. അതിനുശേഷം ബലരാമൻ തന്റെ കലപ്പ ഉപയോഗിച്ച് കാളിന്തി നദിയിൽ ഒരു ചാല് കുത്തി. തുടർന്ന് രാമൻ കലപ്പയും വലിച്ച് നീക്കിക്കൊണ്ട് അമ്പാടിയിലേക്ക് യാത്രയായി. പാവം കാളിന്തി നദി ബലരാമൻ നിർമ്മിച്ച പുതിയ ചാലിലൂടെ ഒഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും കാളിന്തി ഭയവിഹ്വലയായി ബലരാമന്റെ കാൽക്കൽ വീണു. തന്റെ അപരാധത്തിന് മാപ്പു ചോദിക്കുകയും അമ്പാടിയിൽ കൂടി ഒഴുകുന്നതിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് ബലരാമൻ കാളിന്തിയിൽ നിന്നും കലപ്പ വലിച്ചെടുത്തു. പിന്നീട് അമ്പാടിയിലെത്തിയ കാളിന്തി നദിയുടെ ശുദ്ധജലത്തിൽ ബലരാമനും ഗോപികമാരും ഉല്ലാസത്തോടെ ക്രീഡകളിൽ ഏർപ്പെട്ടു. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.